കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടും പ്രതിയെന്നുറപ്പിക്കാതെ പോലീസ്. CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലാത്തതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കസ്റ്റഡിയിലുള്ള യുവാവിന്റെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചു. ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയായ യുവാവാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇയാൾ നാട്ടുകാരനാണോ? എന്തൊക്കെയാണ് ഇയാളെപ്പറ്റി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? 15-ാം തീയതി ഈ സംഭവം ഉണ്ടായ സമയം മുതൽ തന്നെ പോലീസ് ഈ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തിയിരുന്നത്. കാരണം ഈ വീടിന്റെ പശ്ചാത്തലവുമൊക്കെ അറിയുന്ന ഒരാളാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാഞ്ഞങ്ങാട് DYSP VV രതീഷിന്റെ നേതൃത്വത്തിലുള്ള 26-അംഗ അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയത്. 200-ലേറെ CCTVകൾ പോലീസ് പരിശോധിച്ചു. 400-ലധികം വീടുകളിൽ പോലീസ് നേരിട്ടെത്തി ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലുമൊക്കെ ഉണ്ടായി. ഈ തീരദേശ മേഖലയൊക്കെ ഉണ്ട് ആ പ്രദേശത്തെ ഈ ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട, അതായത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളാണോ ഈ കൃത്യം നടത്തിയതെന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. ഒരു 40% ഉറപ്പ് മാത്രമേ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നുള്ളൂ. വീടിന് മുന്നിൽ നിന്ന് ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. 2:13 ഒരാൾ നടന്നു പോകുന്നതായി തോന്നുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതാണോ ഈ പ്രതിയുടെ വിഷൽ എന്നൊന്നും പോലീസിന് ഇതുവരെയും ഉറപ്പിക്കാനായിട്ടില്ല. ഒരു ആധികാരികതയും പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ പ്രതിയെ, അതായത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളുടെ രക്തസാമ്പിൾ DNA ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം, രക്തപരിശോധന ഫലം വന്നതിന് ശേഷം, ഈ സാമ്പിൾ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതി ആരാണെന്ന് ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. ഈ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നത്. വേണു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.